ഇപ്പോൾ കാന്തപുരം ഉസ്താദിനാണ് ഇതിൻ്റെ ഒരു 100 വർഷത്തെ പരമ്പര അവകാശപ്പെടാൻ പറ്റുക എന്ന് പറയുമ്പോഴും സമസ്തയുടെ അവിഭക്ത സമസ്തയുടെ എല്ലാ ഉത്തരവാദിത്വവും പാരമ്പര്യവും കെ വിഭാഗമാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടൊരു യാത്ര നടത്താൻ കാന്തപുരം വിഭാഗത്തിന് എന്താണ് അതിൻ്റെ ഒരു യോഗ്യത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഐക്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നടന്നിട്ടുണ്ട്. അകലങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെയും പ്രാർത്ഥനയും പരമാവധി ഒന്നാവണം എന്നുള്ളതാണ്. അതിൻ്റെ ഏകദേശമൊക്കെ ലക്ഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരെയും വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. മാനസികമായ ഒരു ഐക്യത്തിൽ എത്തിക്കഴിഞ്ഞു. പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനാപരമായ ഒരു ഐക്യമാണ് വേണ്ടത്. അതാണ് ഞങ്ങൾ അത് അടുത്ത് തന്നെ വരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ സ്ഥാപനങ്ങൾ, സംഘടനയുടെ ഉത്തരവാദിത്തം അതൊക്കെ ഒരു വലിയ സങ്കീർണമായ പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം ഒന്നിക്കുന്നില്ല. അതായത് ഒരു രണ്ട് സംഘടനകളാകുമ്പോൾ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവുമല്ലോ. ഇപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അതുപോലെ തന്നെ എല്ലാ നേതാക്കളും വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേദി പങ്കിടാറുണ്ട്. പള്ളി ഉദ്ഘാടനത്തിനാണെങ്കിലും മദ്രസ ഉദ്ഘാടനത്തിനാണെങ്കിലും പരസ്പരം ഒന്നിച്ചിരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. കാര്യങ്ങളൊക്കെ അത് അകലം കുറഞ്ഞ് അടുത്തെത്തിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ നിലപാടുകളിലുള്ള വിയോജിപ്പുകളും മാറിയിട്ടില്ല. അത് പറയാൻ പറ്റൂല. അതായത് സംഘടനപരമായിട്ട് മുറിഞ്ഞ ഒരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് ടൈം കുടിക്കുമല്ലോ. അടുത്ത് തന്നെ അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഒരേ രാഷ്ട്രീയ ധാരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ രാഷ്ട്രീയം പുറത്ത് പറയാറില്ല. എന്നാലും സാധാരണ കാന്തപുരം വിഭാഗത്തെക്കുറിച്ച് പലരും പരിഹസിച്ചു പോലും അരിവാൾ സുന്നികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ ആ പരിഹാസത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് താഴെ തട്ടിലൊക്കെ പലപ്പോഴും പല ആളുകളും CPM-ൻ്റെ വലിയ പ്രവർത്തകരായി മാറിയവരുണ്ട്. അത് ഈ 89-ലൊക്കെ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സംഘർഷവും പല ആളുകൾക്കും രക്ഷകരായത് CPM-കാരാണ് പല ഇടങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് CPM ആയി മാറിയ ചില SSF-ൻ്റെ ഓഫീസുകൾ പോലും CPM രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടിമത്തം, രാഷ്ട്രീയ അടിമത്തം ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ കീഴ്ഘടകങ്ങളിലൊക്കെ ഉണ്ടോ? ഈ ആരോപണം മാത്രമൊന്നുമല്ല. ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ കാന്തപുരം ഉസ്താദിനെ വിമത ലീഗ് എന്നായിരുന്നു, അഖിലേന്ത്യാ ലീഗ്, യൂണിയൻ ലീഗ് അന്ന് അങ്ങനെ കുറേ കാലം വിളിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം BJP എന്ന് വിളിച്ചിരുന്നു, അരിവാൾ സുന്നി എന്ന് വിളിച്ചിരുന്നു, പലതും വിളിച്ചിരുന്നു. ഇനിയും പലതും വിളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഏത് വിളിച്ചാലും ഞങ്ങൾക്കൊരു ആദർശവും ശൈലിയും നയങ്ങളും ഉണ്ട്. അത് 2 മണിക്കൂർ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന CPM-ഉമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ഭരിക്കുന്ന LDF സർക്കാരാണ്. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു വിമർശനത്തിനൊരു മടി കാണിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോൾ വിമർശിക്കാൻ പറ്റാത്ത ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ തീർത്തും മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സമുദായത്തെയും മലപ്പുറത്തെയും അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം AP വിഭാഗത്തിനൊരു വെള്ളാപ്പള്ളിയെ തള്ളാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ അടിമത്തം ഈ CPM-ആയിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അടിമത്വവും വിധേയത്വവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞങ്ങൾക്കില്ല. ഇവിടെ ആര് ഭരിച്ചാലും ഭരണകർത്താക്കൾ എന്നർത്ഥത്തിൽ ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുകയും ഞങ്ങളവരെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്യും. ഞങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട്, ഏതെങ്കിലും ഒരു ഭരണകക്ഷിയോടോ പ്രതിപക്ഷ കക്ഷിയോടോ ഒരു പ്രത്യേക വിധേയത്വമോ മറ്റോ ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ ഇപ്പോൾ എല്ലാ ദിവസങ്ങളും മീഡിയകൾ ജനുവരി 1 തൊട്ടാണ് ഞങ്ങളെ യാത്ര തുടങ്ങിയത്. ഇന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും പത്രസമ്മേളനം നടന്നിട്ടുണ്ട്. എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. അങ്ങനെ തുറന്നു പറയാനുള്ളൊരു മടി ഉണ്ടായി? ഒരു മടി ഞങ്ങൾക്കില്ല. നേരത്തെ CPM-ഉമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുകയും ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യമില്ല, കാലാകാലങ്ങളിൽ ഓരോ നിലപാട് സ്വീകരിക്കാം എന്ന് മാറിയതാണോ? ഒരു ശരി ദൂരത്തിൻ്റെ നയമാറ്റമാണോ? ഞങ്ങൾ തുടക്കം തൊട്ടേ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സമദൂര സിദ്ധാന്തമാണ്. ഞങ്ങൾക്ക് പ്രത്യേക ഒരു നയം രാഷ്ട്രീയത്തിലുണ്ട്. അത് ഞങ്ങളെ ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ എതിർക്കുന്നവർ ഞങ്ങൾ എതിർക്കും. അത് ഞങ്ങൾ എല്ലാ വർഷവും ഇലക്ഷൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ അപെക്സ് ബോഡി യോഗം ചേരും. എന്നിട്ട് വിലയിരുത്തും ഏത് കക്ഷിക്കാണ് വോട്ട് നൽകാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് ഞങ്ങളത് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളത് അണികളെ അറിയിക്കും. അത് കാലാകാലം ഒന്നാകാം, മാറാം, എന്തും ആകാം. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടമുണ്ടാക്കി. പ്രത്യേകിച്ച് മലബാറിൽ ഈ AP വിഭാഗത്തിൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ UDF ആണ് പരമ്പരാഗത വ്യത്യസ്തമായി UDF-ന് വലിയ നേട്ടമുണ്ടാക്കി. അത് AP വിഭാഗത്തിൻ്റെ പിന്തുണ UDF-ന് പോയതുകൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ അവകാശപ്പെട്ട് ഞങ്ങൾ ആരുടേതും
കാരണം ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തന നീങ്ങരുത്, കക്ഷികളാവരുത് എന്നൊരു നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങളുടെ നയം ഞങ്ങൾ അണികളിലേക്ക് ഞങ്ങൾ അറിയിക്കുക എന്നല്ലാതെ ഞങ്ങൾ പരസ്യമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പറയില്ല. ഇപ്പോൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തർക്കങ്ങളല്ല, ചില സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ഉയർത്തി കാണിക്കുന്നത്. ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോഴും വിദയ് പ്രസ്ഥാനത്തിൽപ്പെട്ട മുജാഹിദുകളാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും അവരൊന്നും കൂടെ കൂട്ടാൻ പറ്റില്ല. മനുഷ്യർക്കൊപ്പം എന്ന് പറയും മാനവികതയുടെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തെ അവർ ചിലപ്പോൾ ചില കർമ്മശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരായിരിക്കാം. അവരെ ഉൾക്കൊള്ളാൻ പറ്റാതെ എങ്ങനെയാണ് മാനവികത എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ പറ്റുക? മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ്. അല്ലാതെ ലോകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതയുള്ളവരെ രണ്ടു കൂട്ടരും കൂടി വാരിപ്പിടിക്കണമെന്നോ ഒന്നാക്കണമെന്നോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല, അതായിട്ട് സാധിക്കുന്നതുമല്ല. ഇപ്പോൾ നിങ്ങളിപ്പം ചോദിച്ചപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വ്യക്തിത്വം, അപ്പോൾ അദ്ദേഹം ശക്തമായി ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഞങ്ങൾക്ക് മറുപടി പറയാക്കാൻ പറ്റുമല്ലോ. ആയതുകൊണ്ട് ഞങ്ങളെ വേദിയിൽ വിളിക്കാനോ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനോ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് പറ്റുമല്ലോ. എന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചോദിച്ച പ്രസ്ഥാനങ്ങളൊക്കെ ഈ മനുഷ്യത്വം ഞങ്ങളെ മനുഷ്യരായി ഞങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ 5 വക്ത് നിസ്കരിക്കും, കൂട്ടുപ്രാർത്ഥന നടത്തും, ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്തിഗാത്ത തപസ്സൊക്കെ ഞങ്ങൾ നിർവഹിക്കും. അതൊക്കെ ഇസ്ലാമികമല്ല, ഇസ്ലാമിന് പുറത്താണ്, അത് ബഹുദൈവാരാധനയാണ് എന്ന് നാടുനീളെ പറഞ്ഞ് നടക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മളവരെ ഞങ്ങളെ കക്ഷികളായിട്ട് കാണാൻ പറ്റുക? അപ്പോൾ അവരെ തിരുത്തുകയും അവരെ ഉപദേശിക്കുകയും നന്നാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതോടുകൂടെ തന്നെ ഞങ്ങൾ മാനുഷിക പരിഗണന എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകും.